കഴിഞ്ഞ ഈദുൽ അദ്ഹ ആഘോഷത്തിൽ, ബലിപെരുന്നാൾ ആഘോഷത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രാജ്യത്തെ ആശങ്കപ്പെടുത്തുന്ന വിധത്തിലാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം രാജ്യത്ത് വർദ്ധിച്ചു വരുന്നത്. അവരുടെ ആഘോഷ ദിവസങ്ങളെപ്പോലും സംഘർഷഭരിതമാക്കാൻ സംഘപരിവാർ രാജ്യത്തുടനീളം ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിവരികയാണ്. അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി റൈറ്റ്സിൻ്റെ APCRൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇക്കഴിഞ്ഞ ഈദുൽ അദ്ഹ ആഘോഷത്തിൽ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 46-ലധികം അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെയും വസ്തുതാന്വേഷണ സംഘത്തിൻ്റെയും മറ്റെല്ലാ ഡാറ്റകളും പരിശോധിച്ചാണ് APCR ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. മൃഗബലി ആരോപിച്ച്, മൃഗക്കടത്ത് ആരോപിച്ച് വിവിധ സ്ഥലങ്ങളിൽ സംഘടിതമായി മോബ് എത്തുകയും മുസ്ലിങ്ങളെ ആക്രമിക്കുകയുമായിരുന്നു. ആഘോഷ ദിവസത്തിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനും ബോധപൂർവമായി കലാപങ്ങൾ അഴിച്ചുവിടാനും സംഘപരിവാർ ശക്തികൾ രാജ്യത്തുടനീളം പരിശ്രമിച്ചുവെന്നാണ് ഈ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. 46 ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ 3 മുസ്ലിങ്ങൾക്ക് അവരുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. APCR റിപ്പോർട്ട് അനുസരിച്ച് പല സ്ഥലങ്ങളിലും പോലീസ് കാവൽക്കാരായിരുന്നു. അവർ നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയാണുണ്ടായത്. പല സ്ഥലങ്ങളിലും ആക്രമണം ഏറ്റുവാങ്ങിയ അതേ മുസ്ലിങ്ങളുടെ വീടുകളാണ് അധികൃതർ പോയി നിയമവിരുദ്ധമായി തകർക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരം ക്രൂരമായ പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ രാജ്യവ്യാപകമായി നടക്കുന്നത്. രാജ്യം ഭരിക്കുന്നതും തെരുവുകൾ ഭരിക്കുന്നതും ഗുണ്ടകളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.